യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. അനുഗ്രഹമേറിയ നല്ല സമയത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നസ്രേന്റെ ആത്മീയ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡുകൾ എല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി എന്ന് കേൾക്കുന്നതിൽ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. ഇന്നും അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവുമായി കർത്താവ് ഏറ്റവും ഞാൻ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സിനു ജോയി ബാംഗ്ലൂരിൽ നിന്ന് നമ്മളോട് കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. താൻ കർത്താവിന്റെ ശുശ്രൂഷയിൽ ആയിരിക്കുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും അതുപോലെ തന്നെ എങ്ങനെയൊക്കെ കർത്താവിന് ഈ നാമത്തെ ഉയർത്താമോ തന്നാലാവുന്നത് പോലെ ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ്. തുടർന്നുള്ള സമയം കർത്താവിന്റെ ദാസൻ തന്റെ സാക്ഷ്യവചനത്തിലൂടെ തന്റെ ജീവിത പശ്ചാത്തലവും നമ്മളോട് അറിയിക്കുന്നതായിരിക്കും. അതിനുവേണ്ടി കർത്താവിന്റെ ദാസനെ ക്ഷണിക്കുന്നു. പ്രൈസ് ലോർഡ് പാസ്റ്റർ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ഈ സോഷ്യൽ മീഡിയ നമുക്ക് ഇങ്ങനെ ഒരു കൂടിവരവ് ദൈവം തന്നതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. അപ്പോൾ തന്നെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് പാസ്റ്റർ സിനു ജോയി എന്നാണ്. ഞാൻ കഴിഞ്ഞ 13 വർഷമായിട്ട് ബാംഗ്ലൂർ എന്ന പട്ടണത്തിൽ ഹെണ്ണൂർ എന്ന സ്ഥലത്ത് കിങ്ഡം ഓഫ് ഹെവൻ AG ചർച്ചിന്റെ ശുശ്രൂഷയിലായിരിക്കുകയാണ്. ഏകദേശം 25 വർഷത്തോളം കർത്താവിന്റെ വേലയിൽ ആയിത്തീരുവാൻ കർത്താവ് കൃപയാൽ സഹായിച്ചിട്ടുണ്ട്. 18 വയസ്സിലാണ് എൻ്റെ ശുശ്രൂഷയുടെ കാൽച്ചുവട് എടുത്ത് വെക്കുവാൻ ദൈവം സഹായിച്ചു. കഴിഞ്ഞ 23-24 വർഷത്തോളം കർത്താവിന്റെ വേലയിൽ അധ്വാനിക്കുവാൻ, ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ, ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുവാൻ കർത്താവ് സഹായിച്ചു. അനവധി പ്രയാസങ്ങളും അനവധി കഷ്ടങ്ങളും അനവധി ബുദ്ധിമുട്ടുകളും പട്ടിണികളും ഞെരുക്കങ്ങളും വന്ന സമയത്തും ആമേൻ അവിടെ നിന്ന് പട്ടുപോകാതെ, തളർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ വണ്ണം ദൈവം തന്റെ കരത്തിൽ വഹിച്ച്, വചനം പറഞ്ഞതുപോലെ കോഴി തന്നെ കുഞ്ഞിനെ ചിറകിന്റെ മറവിൽ മറയ്ക്കുന്നത് പോലെ ദൈവത്തിന്റെ ചിറകിന്റെ മറവിൽ ദൈവം മറച്ച് ഈ മരുഭൂമി യാത്രയിൽ ജയോത്സവമായി മുന്നോട്ട് പോകുവാൻ കർത്താവ് സഹായിച്ചു. എൻ്റെ 18 വയസ്സിലാണ് ഞാൻ ബൈബിൾ കോളേജ് പഠനവുമായിട്ട് തിരുവല്ലയിലേക്ക് കടന്നു പോകുവാൻ ഇടയായി. 5 വർഷത്തോളം ദൈവത്തിന്റെ വചനം 2 സെമിനാരികളിൽ പഠിക്കുവാൻ കർത്താവ് സഹായിച്ചു. അതിനു മുമ്പ് തന്നെ എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ എൻ്റെ ഏകദേശം ഒരു 5-ാമത്തെ വയസ്സ് 6-ാമത്തെ വയസ്സായപ്പോൾ മുതൽ തന്നെ സുവിശേഷ വേല എന്താണെന്നോ അല്ലെങ്കിൽ പാസ്റ്റർ ദൗത്യം എന്താണെന്നോ ഒരു ശുശ്രൂഷ എന്താണെന്നോ പോലും തിരിച്ചറിയാത്ത പ്രായത്തിൽ അന്നെൻ്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ വന്നതാണ് ഞാൻ കർത്താവിന് വേണ്ടി നിൽക്കും. സുവിശേഷം എന്താണെന്ന് പോലും എനിക്ക് അറിയത്തില്ല. ഇതിന്റെ സ്വത്ത് എന്താണെന്നോ ഇതിന്റെ ആഴം എന്താണെന്ന് പോലും അറിയാത്ത ഇടത്തിൽ ദൈവവേല ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം എൻ്റെ ഹൃദയത്തിനകത്ത് വരുവാനിടയായി. ആ 5-ാമത്തെ വയസ്സിൽ 6-ാമത്തെ വയസ്സിലാണെന്ന് എനിക്ക് തോന്നുന്നത്. ആ ചെറുപ്രായത്തിൽ തന്നെ ദൈവത്തിന്റെ വേല ചെയ്യണമെന്നുള്ള ആഗ്രഹവും ആ ഒരു 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 ഡിസയർ എൻ്റെ ഹൃദയത്തിനകത്തും എൻ്റെ മനസ്സിനകത്തും തിങ്ങിക്കൂടിയിട്ട് വർഷങ്ങൾ പോകുന്തോറും ആ ഡിസയർ കുറഞ്ഞു പോകുകയല്ല ചെയ്തത്, അതിനിൽ വർദ്ധിക്കുവാനിടയായി. 5-ാമത്തെ വയസ്സ് 6, 8, 10, 15 വയസ്സായി. 15-ാമത്തെ വയസ്സിലായപ്പോഴും ഞാൻ എന്നെ തന്നെ കൺഫേം ചെയ്തു, ഞാൻ ഒരു പാസ്റ്റർ ആകുമെന്ന് കൺഫേം ചെയ്തു. ഞാൻ പാസ്റ്റർ എന്നല്ല, ഞാൻ ദൈവത്തിനു വേണ്ടി, ദൈവരാജ്യത്തിനു വേണ്ടി എന്നെ വേർതിരിച്ചു എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് എനിക്ക് തന്നെ വരുവാനിടയായി. എൻ്റെ പേരൻസോ അല്ലെങ്കിൽ പ്രവാചകന്മാരോ അല്ല എന്നെ വേർതിരിച്ചു. പ്രവാചകന്മാരെല്ലാം വന്ന് സഭയിൽ ഫാസ്റ്റ് ഇമ്രയിൽ വന്ന് പറയും, കർത്താവ് നിങ്ങളെ ശക്തമായിട്ട് ഉപയോഗിക്കും, ദൈവരാജ്യത്തിനു വേണ്ടി ഉപയോഗിക്കും. അവർ പല കുറെ പ്രവചന ദൂതുകൾ എന്നോട് പറഞ്ഞു. പക്ഷേ അതിനൊക്കെ അപ്പുറമായിട്ട്, അതിനൊക്കെ മുമ്പും ഒരു പ്രവാചകൻ പോലും എൻ്റെ 5-ാമത്തെ വയസ്സിലെ പ്രവാചകൻ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. പ്രവാചക ശുശ്രൂഷയോ അല്ലെങ്കിൽ പ്രൊഫസി എന്താണെന്ന് അറിയാത്ത ടൈമിൽ എൻ്റെ മനസ്സിനകത്ത് ദൈവാത്മാവ് സംസാരിച്ചതാണ് ഞാൻ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ഓടുമെന്നുള്ളത്. ആ ഒരു താല്പര്യത്തോടെ, ആ ഒരു കാഴ്ചപ്പാടോടെ എൻ്റെ +2 ജീവിതം പൂർത്തീകരിച്ചതിന് ശേഷം വീട്ടുകാർ പറഞ്ഞു, മറ്റു ജോലിക്ക് വേണോ അല്ലെങ്കിൽ കോഴ്സ് പഠിക്കണോ, നിനക്ക് പഠിക്കാം. ഇല്ല, അന്നേരവും ഞാൻ അവിടെ ഉറച്ചു നിൽക്കുവാനിടയായി. ഞാൻ ബൈബിൾ സ്കൂളിൽ പോയി പഠിക്കും, കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ഓടുമെന്നുള്ള ഒരു ദൃഢമായ ഒരു തീരുമാനം എടുക്കുവാനിടയായി. അങ്ങനെ 18-ാമത്തെ വയസ്സിലാണെന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ ആദ്യം BTH പഠിക്കാൻ വേണ്ടി തിരുവല്ലയിൽ കടന്നുപോയി. അവിടെ BTH അന്നത്തെ കാലഘട്ടം ഏകദേശം 2002 കാര്യമാണെന്ന് തോന്നി. 2004 ബൈബിൾ സ്കൂളിൽ പഠിക്കുവാൻ വേണ്ടി പോയി.
മറ്റേ ബൈബിൾ സ്കൂളിലെ പഠനത്തോട് തന്നെ അന്നത്തെ നിയമം അനുസരിച്ച് 3 വർഷം ബൈബിൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെയാണ് ഒരാൾക്ക് ഒരു സഭാ ശുശ്രൂഷിക്കാൻ വേണ്ടി പോകുവാനുള്ള അനുവാദമുള്ളത്. എന്നാൽ ദൈവകൃപയാ താഴ്മയോടെ പറയട്ടെ, 1-ാം വർഷം ആയപ്പോൾ തന്നെ, 1-ാം വർഷത്തെ എൻഡ് ആയപ്പോൾ തന്നെ ആലപ്പുഴ എന്ന് പറഞ്ഞ പട്ടണത്തിൽ, പാതിരാപ്പള്ളി എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിൽ കർത്താവിന്റെ വേല ചെയ്യുവാൻ അവിടെ ഒരു അവസരം ഒരുക്കുകയാണ് ചെയ്തത്. ആമേൻ. അവിടെ ഒരു ചെറിയ ചർച്ച്, ഒരു ചെറിയ കൂട്ടായ്മയുണ്ട്. അവിടെ 2 സഹോദരിമാർ, 2 പ്രായമുള്ള 2 അമ്മച്ചിമാര്, അവരുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടായി. അവിടെ 2 വർഷത്തോളം കർത്താവിന്റെ വേല, ആദ്യം ബൈബിൾ സ്കൂളിലെ 1-ാം വർഷം പഠിക്കുമ്പോൾ തന്നെ കർത്താവിന്റെ വേലയിലേക്ക്, ചർച്ചുപരമായ ഒരു മിനിസ്ട്രിയിലേക്ക് ഇറങ്ങുവാൻ ദൈവോടെയാക്കി. ചർച്ച് മിനിസ്ട്രി എന്തെന്ന് അറിയത്തില്ല. ചർച്ച് മിനിസ്ട്രി, ഞാൻ ജനിച്ചു വളർന്ന ഒരു ബന്ധക്കോസ് സമുദായത്തിൽ പെട്ടതായതുകൊണ്ട് 12-ാം ക്ലാസ് വരെ സൺഡേ സ്കൂൾ പഠിച്ചതാണ്. ഞാൻ ജനിച്ചു വളർന്ന ദേശത്ത് പത്തനംതിട്ട ജില്ലയിൽ തണ്ണിത്തോട് എന്ന സ്ഥലത്ത് അവിടെ അനുഗ്രഹിക്കപ്പെട്ട ചർച്ച്, ചർച്ചക്കൂടിന്റെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ചർച്ച്, 10-30 ഫാമിലീസ് ഉണ്ട്. ആമേൻ. സമൃദ്ധമായ ദൈവ കൃപയാൽ എല്ലാം കൊണ്ടും ഒരു അനുഗ്രഹിക്കപ്പെട്ട ചർച്ച്. പാസ്റ്റർ നല്ലൊരു വീട്ടിൽ താമസിക്കുന്നുണ്ട്. അന്ന് പാസ്റ്റർമാരുടെ ബുദ്ധിമുട്ട് നമുക്ക് അറിയത്തില്ല, ആ ഒരു പ്രായമാണത്. സുവിശേഷം അങ്ങനെ പാസ്റ്റർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ട്രാക്ട് കൊടുക്കുവാൻ പോകുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതാണ് ഒരു ചർച്ചിന്റെ മൈൻഡ് സെറ്റ് എൻ്റെ മനസ്സിലുള്ളത്. ഞാൻ ജനിച്ചുകൊള്ളുന്ന നല്ലൊരു വീടിനകത്താണ്, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ, ഒന്നിനും കുറവില്ലാത്തൊരു വീട്ടിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. അങ്ങനെ ഇന്നപ്പോൾ സുവിശേഷ വേലയുമായിട്ട് ആലപ്പുഴ എന്ന് പറഞ്ഞ പട്ടണത്തിലേക്ക് കടന്നുപോയപ്പോൾ അവിടെ എന്നെ സ്വീകരിച്ചത് തികച്ചും വ്യത്യസ്തപരമായ, ഇതുവരെ എൻ്റെ ലൈഫിനകത്ത് കാണാത്തപരമായ കാര്യങ്ങളാണ് ഞാൻ അവിടെ കാണുവാൻ തുടങ്ങിയത്. കിലോമീറ്ററുകൾ നടന്ന് ഓരോ വീടുകളിൽ കയറി ട്രാക്ട് കൊടുക്കുവാനിടയായി. ഞാൻ പഠിക്കുമ്പോൾ തന്നെ, ബൈബിൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ തിരുവല്ലയിൽ ഞങ്ങൾ പുറത്തു പോകുമ്പോൾ കയ്യിൽ ഞാൻ ഒരു കെട്ട് ട്രാക്റ്റുമായിട്ടാണ് പുറത്തോട്ട് ഇറങ്ങുന്നത്. ആ വഴി കാണുന്ന എല്ലാവർക്കും ട്രാക്ട് കൊടുത്ത്, ഒരു ദിവസം ഒരു 20 പേർക്കെങ്കിലും ട്രാക്ട് കൊടുക്കാതെ തിരിച്ചു വീട്ടിലേക്ക് വരത്തില്ല. ബൈബിൾ സ്കൂളിന്റെ റൂൾസിന് അത് എതിരാണത്. നിങ്ങൾ പഠിക്കുക മാത്രമേ ചെയ്യാവൂ, സുവിശേഷം പറയുകയോ ട്രാക്ട് കൊടുക്കുവാനുള്ള അനുവാദം അന്നില്ല. അവർ വിലക്കുമാർ. എന്നാലും അവരുടെ വിലക്കിനെ ഞാൻ ആരോടും പറയാതെ എൻ്റെ പോക്കറ്റിനകത്താക്കി ഞാൻ വഴിയിൽ പോകുമ്പോൾ ഇങ്ങനെ കാണുന്നവർക്കെല്ലാം കൊടുക്കുമായിരുന്നു. അങ്ങനെ ആലപ്പുഴ പട്ടണത്തിൽ പോയി അവിടെ ചെന്നപ്പോൾ ചെറിയൊരു ചർച്ചാണ്. ചെറിയൊരു ചർച്ചിനകത്ത് ഞാൻ അത് കൂടുതൽ എലാബറേറ്റ് ചെയ്യുന്നില്ല, ചുരുക്കമായിട്ട് തന്നെ പറയുക. എനിക്ക് കിടക്കുവാൻ കിട്ടിയ സ്ഥലമെന്ന് പറയുന്നത് ഒരു മണൽ കൊണ്ട് നിറഞ്ഞൊരു വീടാണ്. ഒരു വീട് വലിയ വീടാണ്. പക്ഷേ ആ വീടിന്റെ ടൈൽസ് പാകാൻ വേണ്ടി അവരിട്ട ഒരു ഫ്ലോറാണത്. ടൈൽസ് പാകാൻ ഇടുന്ന ഫ്ലോർ നമുക്കറിയാം, അതൊരു പരുപരുപ്പൻ മണൽ കൊണ്ട് നിറഞ്ഞ ഒരു അറ്റ്മോസ്ഫിയറാണ്. അവിടെ ഒരു പ്ലാസ്റ്റിക് പായാണ് എനിക്ക് കിട്ടിയത്. എൻ്റെ വീടിനകത്ത് എനിക്ക് ഓർമ്മയില്ല, ഞാൻ ജനിച്ചു വളർന്ന മുതൽ ബൈബിൾ സ്കൂൾ വരെ തറയിൽ കിടന്ന ഒരു ശീലം ഒരു ഓർമ്മ എനിക്കില്ല. കട്ടിൽ ഇഷ്ടംപോലെ വീട്ടിൽ കട്ടിലുള്ളത് കൊണ്ട് കട്ടിൽ മാറി മാറി കിടന്ന വ്യക്തി സുവിശേഷ വേലയുമായിട്ട് ആദ്യം ചെന്ന് കിട്ടിയപ്പോൾ ഒരു എന്തോ പറയുന്നേ, പൊടിമണ്ണിനകത്ത് ഒരു പ്ലാസ്റ്റിക് മാറ്റ്, നമ്മൾ സാധാരണ ചർച്ച ചെയ്യുന്ന പ്ലാസ്റ്റിക് മാറ്റ് ഉണ്ടോ, ആ മാറ്റും ഒരു തലവെണ്ണയുമാണ് എനിക്ക് കിട്ടിയത്. അല്ലില്ല, അന്ന് എനിക്ക് പുറവെറുപ്പാനോ, ഇന്നും പുറവെറുക്കത്തില്ല. അന്ന് എനിക്ക് അതിനെ കുറിച്ച് അന്ന് ക്രിസ്തുവിന് വേണ്ടി എന്ത് കഷ്ടം സഹിക്കുവാനും ദൈവനാമത്തിന് വേണ്ടി എന്തും നേടുവാനുള്ള ആഗ്രഹമായിരുന്നു. ബൈബിൾ സ്കൂളിലേക്ക് എൻ്റർ ചെയ്ത സമയത്തേക്ക് 5-6 മണിക്കൂറുകൾ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവം എനിക്ക് കൃപ വന്നിട്ടുണ്ട്. 1 മിനിറ്റ് ഫ്രീ ആയിട്ട് കിട്ടിയാൽ ബുക്കിലേക്കല്ല പോകും, നേരെ ദൈവസന്നിധി മുട്ടുമടക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അവിടെ ഒരു പ്രയർ റൂം ഉണ്ട്. പ്രയർ റൂമിനകത്ത് പോയിരുന്ന് മണിക്കൂറുകൾ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമായിരിക്കാം 3 വർഷം വെയിറ്റ് ചെയ്യണ ഒരു സഭ കിട്ടുവാൻ വേണ്ടി. അതിനു മുമ്പ് തന്നെ 1-ാം വർഷം തന്നെ ദൈവം ഒരു ചർച്ചിന്റെ പ്ലാറ്റ്ഫോം ആ പ്രായത്തിൽ 18-ാമത്തെ വയസ്സിൽ ദൈവം എനിക്ക് ഒരു ഇറ്റ്സ് എ ഗ്രേറ്റസ്റ്റ് മിറക്കിൾ. എൻ്റെ ലൈഫിൽ അന്നത്തെ സമയം പറയുകയാണെങ്കിൽ അതൊരു ഭയങ്കര അത്ഭുതമാണ്. കാരണം എൻ്റെ കൂടെ പഠിക്കുന്നവർക്കോ എൻ്റെ സീനിയേഴ്സിനോ അന്നത് ഏകദേശം 100 പേർ പഠിക്കുന്ന ആ ബൈബിൾ സ്കൂളിനകത്ത് 10 പേരിൽ കുറച്ചു പേർക്ക് മാത്രമേ സഭാചാർട്ടുള്ളൂ, ഒരു ചർച്ച് മിനിസ്റ്റർ ചെയ്യുന്നവരുള്ളൂ. ബാക്കി ആരും ചർച്ച് മിനിസ്ട്രിക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇല്ലായിരുന്നു, അല്ലെ അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ ആ 18-ാമത്തെ വയസ്സ് 1-ാം വർഷം പൂർത്തീകരിക്കുന്ന മുമ്പ് തന്നെ ഒരു സഭയുടെ ദൗത്യം ഏറ്റെടുക്കുവാനും, ആ സഭയുടെ ദൗത്യം വലിയ കാഴ്ചപ്പാടായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോൾ പലവിധമായ പ്രയാസങ്ങളായിരുന്നു.
ഈ ഡസ്റ്റ് പാകിയ ഈ തറയ്ക്കകത്ത് ഏകദേശം 2 വർഷത്തോളം അവിടെ കിടക്കുവാനിടയായി. ആമേൻ. ഒരു കംപ്ലൈന്റും പറഞ്ഞില്ല, ആരോടും പറഞ്ഞിട്ടില്ല. സന്തോഷത്തോടെ ആമേൻ അത് സ്വീകരിക്കുവാൻ ദൈവം സഹായിക്കുകയാണ്. ആലപ്പുഴയുടെ ആ പാതിരാപ്പള്ളി എന്ന് പറഞ്ഞ ദേശത്ത് ഹല്ലേലൂയ ഓരോ വീടുകളിൽ കയറി ട്രാക്റ്റുകൾ കൊടുക്കുവാൻ ദൈവം സഹായിക്കും. ഒരു സ്ഥലത്തു നിന്ന് മറ്റു സ്ഥലത്തേക്ക് ബസ്സിൽ പോയി ട്രാക്റ്റുകൾ സപ്ലൈ ചെയ്യുമായിരുന്നു. അതായത് കുറെ കഴിഞ്ഞപ്പോൾ ഒരു സൈക്കിൾ കിട്ടുവാനിടയായി. സൈക്കിൾ കിട്ടി. ആ സൈക്കിൾ ചവിട്ടി ചവിട്ടി കിലോമീറ്ററുകൾ എത്ര കിലോമീറ്റർ ചവിട്ടുന്ന എനിക്ക് അറിയാൻ പറ്റത്തില്ല. ഒരു സൈഡിൽ നിന്ന് മറു 6 കിലോമീറ്റർ കാണും. ആലപ്പുഴ ബീച്ചിൽ പോയി ബീച്ചിൽ വരുന്നവർക്കെല്ലാം ട്രാക്ട് കൊടുക്കുമായിരുന്നു. ആലപ്പുഴയുടെ അന്നത്തെ ക്ലൈമറ്റ് വെള്ളം കൊണ്ട് പുഞ്ചപ്പാടങ്ങൾ കൊണ്ട് നിറഞ്ഞ വീടുകളാണ് സൈഡ്. അവിടെ പോയി ട്രാക്റ്റുകൾ കൊടുക്കുവാനിടയായി. സുവിശേഷം പറയേണ്ടവർ സുവിശേഷം പറയുവാനിടയായി. ഒത്തിരി പേര് പുറത്താക്കുന്ന ഒരു കാലഘട്ടം സമയങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടെ കയറി വരരുതെന്ന് പറഞ്ഞ മുഖത്ത് നോക്കി ഞങ്ങൾക്ക് വേണ്ട, ഇത് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഇറക്കി വിട്ട നിമിഷങ്ങൾ ജീവിതത്തിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആലപ്പുഴ എന്ന് പറഞ്ഞൊരു വ്യത്യസ്തപരമായ ഒരു സാഹചര്യങ്ങൾ കൊണ്ട് നിറഞ്ഞൊരു പട്ടണമാണ് ആലപ്പുഴ പട്ടണം എന്ന് പറയുന്നത്. വളരെ ബുദ്ധിമുട്ടുള്ള, വളരെ വളരെ പ്രതിസന്ധിയുള്ള ഒരു പട്ടണമാണ് ആലപ്പുഴ പട്ടണം എന്ന് പറഞ്ഞത്. വളരെ ക്രൂഷ്യലായിട്ടുള്ള പട്ടണം. പല എതിർപ്പുകളും പല പ്രയാസങ്ങളും ജീവിതത്തിനകത്ത് വന്നിട്ടുണ്ടെങ്കിലും അവിടുന്നെല്ലാം 2.5 വർഷത്തോളം ദൈവത്തിന്റെ വേല അവിടെ ശക്തമായി തികയ്ക്കുക. 100 കണക്കിന് ആത്മാക്കൾ വന്നില്ല, 100 കണക്കിന് ആൾക്കാരുടെ സുവിശേഷം പറയുവാനും 100 കണക്കിന് വീടുകളിൽ ട്രാക്ട് കൊടുക്കുവാനും ദൈവരാജ്യത്തെ കുറിച്ച് ലഭിക്കുന്ന സമയങ്ങൾ പറയുവാനും പരസ്യ യോഗങ്ങൾ നടത്തുവാനും ദൈവം അവിടെ ഇടയാക്കുകയാണ് ചെയ്തത്. ആമേൻ, ഹല്ലേലൂയ. വളരെ ശക്തമായ രീതിയിൽ പിന്നീട് അവിടെ ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ കാണുവാനും 50, 60, 70 ആൾക്കാർ കൂടി വന്ന് ദൈവത്തെ 5 പേർ തുടങ്ങിയ മിനിസ്ട്രി അവസാനം 50 പേര് 60 പേര് ഇടദിവസങ്ങളിൽ വന്ന് മീറ്റിംഗ് നടത്തി യേശുവിനെ സ്വീകരിക്കുന്നത് കാണുവാൻ തൊക്കെ ഇടയായി തന്നിട്ടുണ്ട്. അപ്പോൾ ജീവിതത്തിനകത്ത് അനുഭവിച്ച കഷ്ടങ്ങളും ഈ പൊടിക്കകത്ത് കിടന്നതോ ഈ സൈക്കിൾ ചവിട്ടിയതോ ഈ കിലോമീറ്റർ നടന്നതൊന്നും ദൈവം ആത്മാക്കളെ കാണുമ്പോൾ ദൈവരാജ്യത്തിനു വേണ്ടി നേടിയെന്നുള്ളൊരു ഉറപ്പ് വരുമ്പോൾ വചനം പറഞ്ഞതുപോലെ ഒരാത്മാവിന്റെ വില ഈ ഭൂലോകത്തെക്കാൾ വലുതെന്നാ പറഞ്ഞിരിക്കുന്നത്. ഒരാത്മാവിന്റെ വില ഭൂലോകത്തെക്കാൾ വലുതാണെങ്കിൽ ആ ദൈവത്തിന് വേണ്ടി കഷ്ടം സഹിച്ചുകൊണ്ട് ആത്മാക്കളെ നേടുന്ന എത്രയോ അനുഗ്രഹമാണെന്നുള്ള ചിന്ത എന്റെ മനസ്സിൽ കയറി വരുവാൻ തൊക്കെ ഇടയായി തീർന്നു. അങ്ങനെ ആ പട്ടണങ്ങളിലും ഇങ്ങനെ സുവിശേഷവുമായിട്ട് യാത്ര ചെയ്യുവാനിടയായി. അങ്ങനെ ബൈബിൾ സ്കൂളിന്റെ ആദ്യത്തെ 3 വർഷം പൂർത്തീകരിച്ചു. അടുത്ത 2 വർഷത്തെ MD എന്ന് പറഞ്ഞ കോഴ്സ് പഠിക്കുവാൻ വേണ്ടി പോകുകയായിരുന്നു. MD എന്ന കോഴ്സ് പഠിക്കുക അടുത്തൊരു ദൗത്യമായിട്ട് തിരുവല്ലയിലേക്ക് കടന്നു വരികയും തിരുവല്ലയുടെ കാവുഭാഗം പ്രദേശത്തും മറ്റു മഞ്ഞാടി സ്ഥലങ്ങളിൽ അവിടെയും ഇതുപോലെ തന്നെ വീടുകളിൽ കയറി സുവിശേഷവുമായി ട്രാക്റ്റുമായി കൊടുക്കുവാനിടയായി. വളരെ കഷ്ടം പിടിച്ച് അന്ന് തിരുവല്ലയിൽ ഞങ്ങൾ കാവുഭാഗം സ്ഥലത്ത് ഒരു IPCയുടെ പ്രവർത്തനവുമായി തുടങ്ങുമ്പോൾ നല്ലൊരു വീട് അവിടെ കിട്ടുവാൻ തൊക്കെ ഇടയായി. പക്ഷെ അവിടെയും നമ്മൾ കിടക്കുന്ന പുൽപ്പായയിലാണ് നമ്മൾ അവിടെ കിടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ കാലഘട്ടങ്ങളിൽ വളരെ ബുദ്ധിമുട്ടുകൾ നേരിടുവാൻ തൊക്കെ ഇടയായി. എന്റെ ബുദ്ധിമുട്ടുകളോ ഞാൻ അനുഭവിച്ച പ്രയാസങ്ങളോ ഞാൻ വീട്ടുകാരുടെ അടുത്തോ അല്ലെങ്കിൽ എന്റെ സുഹൃത്തുക്കളുടെ അടുത്തോ ഒന്നും പറയത്തില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ മാത്രമാണ് എല്ലാം പരമേൽപ്പിക്കുവാൻ തൊക്കെ ഇടയാതെ. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു ചായ കുടിക്കുവാൻ പോലും പൈസ ഇല്ലാത്ത കാലഘട്ടം എന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അന്നത്തെ ഒരു ചായയുടെ 2 രൂപയോ 5 രൂപയോ താഴെ ഉള്ളായിരുന്നു. ആഹാരം കഴിക്കുവാൻ ബുദ്ധിമുട്ടുള്ളായ സാഹചര്യം ജീവിതത്തിനകത്ത് വന്നിട്ടുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത്, ആത്മാർത്ഥ സുഹൃത്ത് അവിടെ തിരുവല്ലയിലുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയാൽ അദ്ദേഹത്തിന്റെ വീട്ടുകാരെ എന്തിന് ബുദ്ധിമുട്ടിക്കണമെന്ന് പോലും ചിന്തിച്ച് വീടിനകത്തിരുന്ന് 7 ദിവസം 21 ദിവസം ഉപവാസം ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ജീവിതം ശൈലി ഉണ്ടായിരുന്നു. സാമ്പത്തിക ഞെരുക്കം കാരണം ചായ കുടിക്കാൻ നിവൃത്തിയില്ലാത്ത കാരണം അന്നത്തെ ദിവസം ഫാസ്റ്റിംഗ് ആണ് എടുക്കുന്നത്. അത് പിന്നീട് എന്റെ ജീവിതത്തിനകത്ത് അനുഗ്രഹം അത് കാണുവാൻ തൊക്കെ ഇടയാത്തിരുന്നിട്ടുണ്ട്. വേറൊരു സ്ഥലത്ത് സുവിശേഷ വേലയുമായി പോയപ്പോൾ ആഹാരം കഴിക്കുവാൻ അവിടെ ഇത് മാത്രം അരി മാത്രം ഉണ്ടായിരുന്നു. നോക്കിയപ്പോൾ കുറച്ച് മുളക് പൊടി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ആ ചോറുണ്ടാക്കി ആ ചോറിനകത്ത് മുളക് പൊടിയും കുറച്ച് ഉപ്പുമിട്ട് കഴിച്ച് സന്തോഷത്തോടെ
അത് അതിൽ അനുഭവിക്കുവാൻ തക്കൊണ്ട് ഇടയാക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് സാരം, ഇങ്ങനെയുള്ള കാലഘട്ടങ്ങളും ഇങ്ങനെയുള്ള അവസരങ്ങളും ജീവിതത്തിനകത്ത് വന്നിട്ടും ഞാൻ ദൈവത്തോട് ചോദിച്ചത്, എന്തിന് കർത്താവേ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വന്നു എന്ന് ഞാൻ കർത്താവിനോട് ചോദിച്ചില്ല. ഈ മുളക് പൊടി ചേർത്ത് ഫുഡ് കഴിക്കുമ്പോഴും ഞാൻ എൻ്റെ വീട്ടിൽ മുടിയനായ പുത്രൻ പറഞ്ഞതുപോലെ എൻ്റെ അപ്പൻ്റെ വീടിനകത്ത് വേലക്കാര് പോലും സമൃദ്ധമായി ജീവിക്കുന്നു പറഞ്ഞതുപോലെ എൻ്റെ വീട്ടിന്റെ ഞാൻ നോക്കുമ്പോൾ ഞങ്ങൾക്ക് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് നോൺ വെജ് കഴിക്കാത്ത ദിവസങ്ങളില്ലായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിനകത്തു നിന്ന് നോൺ വെജ് ഇല്ലാത്ത ദിവസം ഞങ്ങളുടെ വീടിനകത്തില്ല. ഞങ്ങളുടെ വീട് പാസ്റ്റർമാർക്ക് ഒരു അനുഗ്രഹമാണ്. അനേക പാസ്റ്റർമാരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വീടാണ്. കൈ നിറയെ സാധനങ്ങളുമായി ചക്കയും മാങ്ങയും കപ്പയും തേങ്ങയും പാലും ഇങ്ങനെയുള്ള കാര്യം ഞാനാണ് പാസ്റ്റർമാർ വീഡിയോ 2 കൈയും തൂക്കിയെടുത്തുകൊണ്ട് കൊടുത്തിട്ട് വരുന്നത്. അങ്ങനെ ആമേൻ ഉള്ള കാലഘട്ടത്തിൽ പൗലോസ് പറഞ്ഞത്, ക്രിസ്തുവിന് വേണ്ടി എന്ത് കഷ്ടം സഹിക്കുവാനും എന്നെ തന്നെ സമർപ്പിക്കുന്നു പറഞ്ഞതുപോലെ ക്രിസ്തുവിന് വേണ്ടി എന്ത് കഷ്ടം സഹിക്കണം, അതാണ് എൻ്റെ ഹൃദയത്തിനകത്ത് വന്ന ആഗ്രഹം. ദൈവനാമത്തിനു വേണ്ടി കഷ്ടം സഹിക്കുന്നതിന്റെ ടേസ്റ്റ് എന്താണെന്ന് രുചിച്ചറിഞ്ഞ വ്യക്തിയാണ് ഞാൻ. ദൈവനാമത്തിനു വേണ്ടി ഏത് തരത്തിൽ ഓടിയെന്ന് ഉള്ളത് മനസ്സിലാക്കിയ വ്യക്തിയാണ്. ഈ കഷ്ടങ്ങളെയെല്ലാം നിസ്സാരമായിട്ട് കാണുവാനുള്ള കൃപ ദൈവം എനിക്ക് തരുവാൻ തപ്പും. അതാ ഞാൻ പറഞ്ഞേ, റിയൽ ആയിട്ടുള്ള കോളിംഗ് ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ, റിയൽ ആയിട്ടുള്ള ഒരു മിനിസ്ട്രി കോളിംഗ് ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ, എത്ര കഷ്ടം അവന്റെ ജീവിതത്തിൽ വന്നാലും അവൻ അവിടുന്ന് പിടിച്ചു നിൽക്കും. അതിനകത്ത് പട്ടിണി കിടന്നാലും അവനത് ഇട്ടുപോകും. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല പട്ടിണി കർത്താവിന്റെ വേറെ വിട്ട് ജോലിക്ക് പോകാൻ ഞാൻ വിചാരിച്ചില്ല. അങ്ങനൊരു ചിന്ത പോലും എൻ്റെ മനസ്സിനകത്ത് വന്നിട്ടില്ല. അന്നും ദൈവത്തിന് വേണ്ടി പട്ടിണി കിടന്നാലും ദൈവത്തിന് വേണ്ടി നിൽക്കണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. എന്ത് കഷ്ടമാണ്. 5 രൂപ പോലും പോക്കറ്റ് എടുക്കുവാൻ ഇല്ലാത്ത ദിവസങ്ങളും ആഴ്ചകളും ജീവിതത്തിനകത്ത് വന്നിട്ടും ദൈവത്തിന് വേണ്ടി നിൽക്കണമെന്നുള്ള ദൃഢമായ ഒരു ഉറപ്പെന്റെ ഹൃദയത്തിനകത്ത് ദൈവം തരുകയാണ്. അതാ ഞാൻ പറഞ്ഞു, ആ 5-ാം വയസ്സിലുണ്ടായ ആ വിളി 20-ാമത്തെ വയസ്സായപ്പോഴും അതിനുവേണ്ടി ഞാൻ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. അതാണ് ദൈവം കൂടെ ഉണ്ടെന്നുള്ള കൺസെപ്റ്റ് നമ്മുടെ ജീവിതത്തിനകത്ത് വരുമ്പോൾ എത്ര വലിയ പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കുവാൻ, മുന്നോട്ട് പോകുവാൻ ദൈവം കൃപ തരുകയാണ്. അന്ന് ഞാൻ അനുഭവിച്ച ഓരോ പ്രതിസന്ധി എനിക്ക് പറയാൻ പറ്റും. ദൈവനാമത്തിനു വേണ്ടി അനുഭവിച്ച ആ കാര്യങ്ങൾ നമ്മൾ മലയാളത്തിൽ ഒരു പഴഞ്ചൊല്ല് പറയാറുണ്ട്, തീയിൽ കുരുത്തവൻ വെയിലത്ത് വാടത്തിൽ എന്ന് പറയാറുണ്ട്. അങ്ങനെ തീയിൽ ഒരു ദൈവ പൈതൽ ഒരു സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങണം, അവൻ തീക്കകത്ത് വളരുവാനിടയാണ്. തീക്കകത്ത് വളർന്നാൽ അവന്റെ മുമ്പിൽ എത്ര പ്രതിസന്ധികൾ മുമ്പ് വന്നാലും അവൻ ഒരു വെയിലത്തും അവൻ വാടിപ്പോകത്തില്ല. അവൻ അത്രമാത്രം സ്ട്രോങ് ആയിരിക്കും. എന്റെ 18-ാമത്തെ വയസ്സ് 20-ാമത്തെ വയസ്സിൽ എങ്കിലും അവിടെയെല്ലാം മണിക്കൂറുകൾ 5, 6, 8 മണിക്കൂറുകൾ ദൈവസംഘം പ്രാർത്ഥിക്കുവാൻ ദൈവം കൃപ തരുകയാണ്. ജീവിതത്തിനകത്ത് ശൂന്യതകൾ മാത്രം വന്നപ്പോഴും ദൈവമാണ് എൻ്റെ നിറവെന്ന് ദൈവത്തിന്റെ നിറവിൽ നടക്കുവാനിടയാണ്. ശൂന്യതയ്ക്ക് ഒരിക്കലും നമ്മളെ തകർക്കുവാൻ കഴിയത്തില്ല. നമ്മൾ ദൈവത്തിന്റെ നിറവിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, ക്രിസ്തുവിന്റെ നിറവിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ജീവിതത്തിനകത്ത് ശൂന്യത ഉണ്ടെങ്കിലും നമ്മൾ പതറിപ്പോകത്തില്ല. എൻ്റെ ബൈബിൾ സ്കൂൾ പഠനത്തിനകത്ത് ഞങ്ങളുടെ കൂടെ പഠിക്കുന്ന MDV കാലഘട്ടങ്ങളിൽ എന്നെയാണ് അവർ സഭയിലേക്ക് ശുശ്രൂഷിക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ട് പോകുന്നത്. എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നതിന്റെ രഹസ്യം എന്താണെങ്കിൽ അവർ പറയും, പാസ്റ്ററെ എന്നെ സിനു എന്നാണ് കൂട്ടുകാർ, സിനു വേറൊരു പാസ്റ്ററെ വിളിച്ചാല് 1000 രൂപ 1500 രൂപ ഓഫറിങ് കൊടുക്കും, അല്ലെ 500, അന്നത്തെ കാലത്ത് 500 ഓഫറിങ് കൊടുക്കണം. ഞാൻ പറയാറുണ്ട്, നിങ്ങൾ എന്നെ മിനിസ്ട്രിക്ക് വേണ്ടി ഞാൻ നടന്നു വേണമെങ്കിലും വരും, പക്ഷെ നിങ്ങൾ ഓഫറിങ്ങിനെ കുറിച്ച് ഭാരപ്പെടണം. ഞാൻ ഫ്രീ ആയിട്ട് വന്ന് ശുശ്രൂഷയിട്ട് വരാം. കർത്താവിന്റെ കൃപയെ താഴ്മയോട് പറയട്ടെ, ഏതെല്ലാം സഭയിൽ കാലുകുത്തിയോ, ഏതെല്ലാം വീടുകളിൽ കാലുകുത്തിയോ, ആ സഭയും ആ വീടും എല്ലാം അനുഗ്രഹിക്കപ്പെടുവാനിടയായി.
ദൈവം എന്നെ ഏൽപ്പിച്ചൊരു വിളിയായിട്ട് എനിക്ക് മനസ്സിലാക്കുവാനിടയായി. ഞാൻ ആർക്കു വേണ്ടി താഴ്മയോടെ പ്രാർത്ഥിക്കുന്നുവോ, ആരുടെ ജീവിതത്തിനകത്ത് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ, അവരുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ മാറ്റങ്ങൾ അന്നും നടക്കുന്നുണ്ട്, ഇന്നും നടക്കുന്നു. ദൈവം എന്നെ ഏൽപ്പിച്ചൊരു വിളിയാണ്. അത് ലോകത്തിന് അറിയത്തില്ലായിരിക്കാം. ഞാൻ അങ്ങനെ വലിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അങ്ങനെ വലിയ അഡ്വർടൈസ്മെന്റോ അല്ലെങ്കിൽ മിറക്കിൾ കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. എന്റെ ശുശ്രൂഷ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാരെ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് കാണുവാൻ കഴിയുന്നു. എനിക്കറിയാം, ത്രൂ എൻ ടൈം റിവൈവലിലൂടെയും മീഡിയയിലൂടെയൊക്കെ അന്നത്തെ കാലം ജിനിബ്രദറിന് അറിയാം, ശുശ്രൂഷിക്കുമ്പോൾ നൂറുകണക്കിന് ഫോൺ കോൾ ഒരു മീറ്റിംഗ് കഴിയുമ്പോൾ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന്, എന്റെ അറിവ് ശരിയാണ്, 20-10 രാജ്യങ്ങളിൽ നിന്നുള്ള ഫോൺ കോൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അനേകർക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ, ആരെടുത്ത് ഇന്ന് 1 രൂപ പോലും ചോദിച്ച് ധൈര്യത്തോടെ തന്റെ ഇടത്തോടെ എനിക്ക് പറയുവാൻ കഴിയും. ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തികളടക്കൽ ഞാൻ ഇന്നും ബാംഗ്ലൂർ ഇരിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്ക് പ്രാർത്ഥന വേണമെങ്കിൽ സിനു എന്ന് പറഞ്ഞ വ്യക്തിയെ നിങ്ങൾക്ക് വിളിക്കാം. നിങ്ങൾ പൈസയെ കുറിച്ച്, പാസ്റ്റർക്ക് ഓഫറിങ്ങിന് കൊടുക്കണെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമല്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഏത് നിമിഷവും വിളിക്കാം. നിങ്ങൾക്ക് എന്റെ പൈസ മുടക്കി ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി ഒന്ന് പ്രാർത്ഥിക്കാനോ. ഞാൻ ഇവിടുന്ന് എന്റെ സ്വന്തം കാറിൽ പെട്രോൾ അടിച്ച് ഊട്ടിയിലും തമിഴ്നാട്ടിലും കർണാടകയിലെ പല വില്ലേജുകളിൽ പോയി ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാണ്. സ്വന്തം 1 രൂപ ഒരു ഓഫറിംഗ് കഴിയുമെങ്കിൽ അങ്ങോട്ട് കൊടുത്ത് കർത്താവിന്റെ വേല ചെയ്യുവാൻ ദൈവം ഇന്ന് എന്നെ സഹായിച്ചിട്ടുണ്ട്. പണത്തിന് വേണ്ടി ഒരിക്കലും ഓടുന്നതല്ല സുവിശേഷ വേല. പണം നമ്മളെ തേടി വരണം. ദൈവത്തിന് വേണ്ടി ഓടുന്നതാണ് സുവിശേഷ വേല എന്ന് പറയുന്നത്. അതാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞത്, മുന്നമേ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, മുന്നമേ ക്രിസ്തുവിനെ അന്വേഷിപ്പീൻ. അത് 23-ാം സംഖ്യ, യഹോവ എന്റെ ഇടയനാണെങ്കിൽ നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരുവാനിടയായി. യഹോവയെ എന്റെ ഇടയനാക്കി ഞാൻ മുന്നോട്ട് പോകുവാനിടയായി. എന്റെ കൂട്ടുകാർ വിളിക്കുമ്പോൾ അവരുടെ കൂടെ പോയി സൈക്കിൾ ചവിട്ടി, ബൈക്കിൽ പോയി, മഴയ്ക്കകത്ത് വളരെ മോശകരമായ സിറ്റുവേഷൻ അവിടെ പോയി സുവിശേഷ വേല ചെയ്യുവാൻ, അവിടെ പോയി സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ. അങ്ങനെ 5 വർഷം തന്നെ ബൈബിൾ സ്കൂളിന്റെ പഠനം പൂർത്തീകരിക്കുവാനും 5 വർഷം കർത്താവിന്റെ വേല തിരുവല്ലയിലും ആലപ്പുഴയിലും അതിശക്തമായി കർത്താവ് ചെയ്യുവാനിടയാവുകയാണ്. അങ്ങനെ സുവിശേഷത്തിന്റെ വേലയുമായി മുന്നോട്ട് പോയി എന്റെ ബൈബിൾ സ്കൂൾ പഠനം കഴിയുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ, അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് അറിയാതെ, ദൈവത്തിനു വേണ്ടി വൻകാര്യം ചെയ്യണമെന്ന ആഗ്രഹമുണ്ട്. പക്ഷെ അതിനുള്ള വഴികളും സാഹചര്യങ്ങളും 2005 കാലഘട്ടത്തിൽ വളരെ കുറവായിരുന്നു. കേരളത്തിന്റെ മണ്ണിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ തമിഴ്നാട്ടിൽ ഒരു ദൈവദാസനടിക്കൽ 3 മാസത്തെ ഒരു ട്രെയിനിങ്ങിന് വേണ്ടി ഒരു സ്പിരിച്വൽ ട്രെയിനിങ്ങിന് വേണ്ടി പോവുകയാണ്. അങ്ങനെ ആ 3 മാസം പാസ്റ്റർ SK ഫ്രാൻസിസ് എന്ന് പറയും, അദ്ദേഹത്തിന്റെ അവിടെ ട്രെയിനിങ്ങിൽ പോവുകയും അവിടെ പങ്കെടുക്കുകയും, അവിടെ ചെന്നപ്പോൾ എന്റെ ജീവിതത്തിനകത്ത് ഭയങ്കരമായ ഒരു എൻകൗണ്ടർ ആണ് സംഭവിച്ചത്. 5 വർഷത്തെ ബൈബിൾ സ്കൂളിന്റെ പഠനത്തിനേക്കാൾ ഇരട്ടി ലൈഫിനെ അവിടുന്ന് മാറ്റിമറിക്കുവാനിടയായി. താഴ്മയോട് പറയട്ടെ, അവിടുന്ന് ആ 3 മാസം ട്രെയിനിങ് വന്നപ്പോൾ കർത്താവ് ഒരു വലിയ കൃപാവരങ്ങളുമായിട്ടാണ് എന്നെ അവിടുന്ന് പറഞ്ഞു വിട്ടത്. ആ 3 മാസത്തെ ട്രെയിനിങ് തീർന്നതിന് ശേഷം വെളിയിൽ വന്നിട്ട് അവിടുന്ന് ഞങ്ങൾ ശക്തമായ ദൈവരാജ്യത്തിന് വേണ്ടി ഓടുവാനിടയായി. ശക്തമായ ദൈവനാമത്തിന് വേണ്ടി നിൽക്കുകയും, ഞങ്ങൾ കേരളത്തിന്റെ എറണാകുളത്ത് പുത്തൻകുരിശ് എന്ന് പറഞ്ഞൊരു ഒരു സ്ഥലത്ത് ഞങ്ങൾ 5-6 പേര് ടീമായിട്ട് കൂടി ഞങ്ങൾ അവിടെ ട്രെയിനിങ് സെന്റർ നടത്തുകയാണ്. പാസ്റ്റർമാരെ ബിൽഡ് ചെയ്യുവാൻ, തകർന്നിരിക്കുന്നതും നിരാശയിലിരിക്കുന്നതും തളർന്നിരിക്കുന്നതുമായ പാസ്റ്റർമാർക്ക് ബിൽഡ് ചെയ്യുവാൻ, അവരെ ട്രെയിൻ ചെയ്യുവാനുള്ള ട്രെയിനിങ് സെന്റർ ഞങ്ങൾ ഓപ്പൺ ചെയ്യുകയും ഏകദേശം 2-2.5 വർഷത്തോളം അവിടെ കർത്താവിന്റെ വേലയിലായിരുകയും 3000-4000 പാസ്റ്റർമാരെ ആ ട്രെയിനിങ്ങിലൂടെ ബിൽഡ് ചെയ്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് അയക്കുവാൻ കർത്താവ് സഹായിച്ചു. അതിനുശേഷമാണ് ബാംഗ്ലൂർ പട്ടണത്തിലേക്ക് കടന്നു വരുവാനിടയാകുന്നത്. അപ്പോഴത്തേക്ക് ശുശ്രൂഷയുടെ മണ്ഡലങ്ങൾ ഉയരുവാനിടയായി. വ്യത്യസ്തപരമായ കൃപാവരങ്ങൾ ദൈവം ഉപയോഗിക്കുവാനിടയായി. ബാംഗ്ലൂർ പട്ടണത്തിൽ കടന്നു വന്ന് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ദൈവത്തിന്റെ വേല അവിടെ തുടങ്ങുകയാണ്. ബാംഗ്ലൂർ പട്ടണത്തിനെ അറിയാവുന്ന എനിക്ക് ആരുമില്ല. കന്നഡക്കാരും തമിഴനും കൊണ്ട് നിറഞ്ഞ ദേശമാണ്. മലയാളികൾ ആരുമായിട്ട് പരിചയമില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ പ്രാർത്ഥനയിലും ഉപവാസം ദൈവസന്നിധി ഇരുന്ന് ബാംഗ്ലൂർ പട്ടണത്തിൽ കർത്താവിന്റെ വേല ചെയ്യുകയാണ്. എൻ്റെ ആദ്യത്തെ ചർച്ചിൽ എനിക്കൊരു കോള് വരികയാണ്. പാസ്റ്റർ എന്നല്ല, ഇവർ അണ്ണ എന്നാ വിളിക്കുന്നത്. അണ്ണ, ഐ വാണ്ട് ടു സീ യു.
ഞാൻ പറഞ്ഞു ഇന്നടത്ത് ചർച്ച ഉണ്ട്, വരാൻ പറഞ്ഞു. അവിടെ ഒരു സഹോദരനും അദ്ദേഹത്തിന്റെ വൈഫും കൂടെ ഒരു ഞായറാഴ്ച വരികയാണ്. ഞാൻ അവരോട് ചോദിച്ചു, ഇങ്ങനെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറയുകയാണ് 2013 കാര്യമാണ്. ബാംഗ്ലൂരിലെ സിറ്റി കമ്മീഷണർ പോലീസാണ് അദ്ദേഹത്തിന്റെ അപ്പൻ. സിറ്റി കമ്മീഷണർ പോലീസാണ്, കമ്മീഷണർ പോലീസാണ്. അവർക്ക് 5-6 വർഷമായി മക്കളില്ല. അവൾ വളരെ ഭാരപ്പെട്ടിരിക്കുകയാണ്. ആരോ എന്റെ നമ്പർ എവിടെയോ കൊടുത്തു, അങ്ങനെ കേട്ടു വന്നതാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു വേറെ സമുദായത്തിൽപ്പെട്ടവരാണ്. നമ്മുടെ സഭകളിൽ വന്നെന്നറിഞ്ഞാൽ അവർക്ക് ഫാമിലിക്കകത്ത് ഭയങ്കര പ്രശ്നമുണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. വളരെ എതിർപ്പുകളുള്ള ഒരു സമയമാണ്. അങ്ങനെ എതിർപ്പിന്റെ നടുവിലും അവർ ആഴ്ചകൾ തോറും സഭയിലേക്ക് വരികയാണ്. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി. അങ്ങനെ ദൈവസന്നിധിയിൽ അവർ വളരെ ഫെയ്ത്ത്ഫുൾ ആയിട്ട് വന്ന് വചനം ഞാൻ അവരെ പഠിപ്പിച്ചു. ആത്മാവിന്റെ സത്യങ്ങളെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. അവർ ദൈവത്തിന്റെ കൽപ്പനകൾ സ്വീകരിക്കുവാൻ തയ്യാറായി. ഒരു ദിവസം പരിശുദ്ധാത്മ അവരോട് പറയുന്നു, അവരോട് പറക, 3 മാസത്തിനകത്ത് നിങ്ങൾക്ക് ഒരു തലമുറയെ നിങ്ങളുടെ ഗർഭത്തിനകത്ത് കർത്താവ് ഉരുവാക്കുന്നു. അവർ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ഞങ്ങൾ പോകാവുന്നിടത്തെല്ലാം പോയി. 3 പ്രാവശ്യങ്ങൾ IVF പോയി ട്രൈ ചെയ്തു. 3 പ്രാവശ്യവും ഫെയിലായി. അവസാനം യൂറോപ്പിൽ ഞങ്ങൾ മെഡിസിൻ കൊണ്ടുവന്നു, അതും ഫെയിലായി പോയി. 6 വർഷമായി ഡോക്ടർമാരെല്ലാം പറഞ്ഞു നിങ്ങൾക്ക് തലമുറ ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മാനുഷികമായ ഭൂമിയിലുള്ള ഡോക്ടർമാർ അങ്ങനെ പറഞ്ഞു കാണുമായിരിക്കാം, എന്നാൽ നിങ്ങളെ സൃഷ്ടിച്ചവനും നിങ്ങളെ ഉടയവനുമായ കർത്താവ് പറയുന്നു 3 മാസത്തിനകം നിങ്ങളുടെ ഗർഭപാത്രത്തിനകം ഒരു തലമുറ ഉരുവാകുമെന്ന്. പ്രവചനം എന്താണെന്ന് അവർക്ക് അറിയത്തില്ല, ദൈവശക്തി എന്താണെന്ന് അവർക്ക് അറിയത്തില്ല. ഞാൻ പറഞ്ഞത് എന്താണോ അവർ അതേപോലെ വിശ്വസിച്ചു. കുറച്ചു നാളുകൾക്കുള്ളിൽ വചനം അവരെ പഠിപ്പിച്ചു, അതവരത് വിശ്വസിച്ചു. അവർ സ്വീകരിച്ചു. താഴ്മയോട് പറയട്ടെ, 3 മാസത്തിനകം എനിക്കൊരു ഫോൺ കോൾ വന്നു. അവർ അണ്ണാ, ഐ ആം പ്രഗ്നന്റ് ആണ്, ഞാനിപ്പോൾ പ്രഗ്നന്റ് ആണെന്ന് പറയുകയാണ്. ഹല്ലേലൂയ. അവിടെ നിന്നുകൊണ്ട് ദൈവം അവർക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയെ കൊടുത്തു. അവർ ഇന്ന് കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു കുടുംബമാക്കി ദൈവം തീർക്കുവാനിടയായി. അങ്ങനെ ബാംഗ്ലൂർ പട്ടണത്തിലെ കാൽച്ചുവടുകൾ വെക്കുവാനിടയായി. ബാംഗ്ലൂർ പട്ടണത്തിന്റെ വിവിധ ഇടങ്ങളിൽ ദൈവത്തിന് വേണ്ടി ഓടുവാൻ, വിവിധ വില്ലേജുകളിൽ കൂടുതൽ വില്ലേജ് മിനിസ്ട്രിയെ ഫോക്കസ്. ഇവിടുന്ന് ഞാനായിരിക്കുന്ന സ്ഥലത്തുനിന്ന് ഏകദേശം 100 കിലോമീറ്റർ 150 കിലോമീറ്ററുകൾ ദൂരത്ത് പോയി കർത്താവിന്റെ വേല ചെയ്യുവാനും അനവധി അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികൾ ദൈവം ചെയ്യുന്നത് എന്റെ കണ്ണിന്റെ മുമ്പിൽ കാണുവാനിടയായിട്ടുണ്ട്. വലിയ ദൈവപ്രവർത്തികൾ, വലിയ ദൈവത്തിന്റെ മഹത്വം, ശുശ്രൂഷയ്ക്കകത്ത് ശുശ്രൂഷ എന്താണെന്ന്, ജനങ്ങൾക്ക് യേശുവിന് എന്തുമാത്രം ആവശ്യമുണ്ടെന്ന് എനിക്ക് അന്നേരമാണ് മനസ്സിലാക്കിയത്. നാട്ടിൽ നിന്ന് വന്ന വ്യത്യസ്തപരമായ ഒരു പശ്ചാത്തലമാണ് ഇവിടെ കാണുവാൻ. ഇവിടുത്തെ ജനങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഓടി വരികയാണ്. ഒരു പാസ്റ്റർ ഒരു ദേശത്ത് ഉണ്ടെന്ന് അറിഞ്ഞാൽ അവർ ആ ദേശത്തേക്ക് ഓടി വരികയാണ്. അവർ നമ്മളെ എടുത്തുകൊണ്ട് അവരുടെ വീടിനകത്ത് കൊണ്ടുപോയി ഒന്ന് വന്ന് കാല് കുത്തു പാസ്റ്റർ എന്ന് പറഞ്ഞു. അവർ വീട് തീരെ ചെറിയ വീടായിരിക്കാം, പുല്ലുമേഞ്ഞ വീടായിരിക്കാം, വില്ലേജുകളാണ്, ഒരു റൂമും ഒരു അടുക്കളയെ കാണത്തുള്ളായിരിക്കാം. എങ്കിലും അവർ ദൈവദാസന്മാരെ മാനിക്കുന്നതും അവരെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് ഒന്ന് വന്ന് പ്രാർത്ഥിയില് ഞങ്ങൾക്ക് വേണ്ടി ഒരു സെക്കൻഡ് വീട്ടിൽ വാ. ഞാൻ കണ്ട കർത്താവ് എത്ര ബഹുമാനമാണ് അവർ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നത് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അനവധി വില്ലേജുകളിൽ, അനവധി പട്ടണങ്ങളിൽ, തമിഴ്നാടിന്റെ പല ഗ്രാമങ്ങളിൽ പോയി. ഇവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഞങ്ങൾ വണ്ടി എടുത്തുകൊണ്ട് പോയി പല സഭകളിലും പല വീടുകളിൽ കയറി സുവിശേഷം പറയുവാനും അനേകരെ യേശുവിലേക്ക് ആദായപ്പെടുത്തുവാൻ കർത്താവ് സഹായിക്കുവാനായി. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒത്തിരി കഷ്ടത്തിലൂടെ കടന്നുപോയ വ്യക്തിയാണ്. ഞാൻ ഒത്തിരി ഞെരുക്കത്തിലൂടെ കടന്നുപോയ വ്യക്തിയാണ്. എന്നാൽ ആ ഞെരുക്കമെല്ലാം, ഞാൻ പറഞ്ഞല്ലോ, കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നുണ്ട്, എന്റെ നാമത്തിനു വേണ്ടി ഒരു തുള്ളി വെള്ളം കൊടുത്താൽ ഞാൻ പ്രതിഫലം തരാതെ പോകത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തുമാത്രം ദൈവത്തിനു വേണ്ടി കഷ്ടപ്പെട്ടോ, എന്തുമാത്രം ദൈവനാമത്തിനു വേണ്ടി ഞാൻ ത്യാഗം സഹിച്ചുവോ, എന്തുമാത്രം ദൈവത്തിനു വേണ്ടി ഞാൻ നിന്നുവോ, അതിൻ്റെ എല്ലാം ഇരട്ടിയായിട്ട് ദൈവനെ അനുഗ്രഹിക്കുവാനിടയായി.
ഒറ്റ വാക്ക് ഞാനത് പറയുകയാണ്. ദൈവത്തിന്റെ സമൃദ്ധിയുടെ കരം എൻ്റെ മേൽ വന്നു. ഒരു ഗ്ലാസ് ചായ കുടിക്കുവാൻ നിവൃത്തിയില്ലാത്ത എൻ്റെ ജീവിതത്തിനകത്ത് കർത്താവ് അനേകർക്ക് ചായ വാങ്ങിച്ചു കൊടുക്കുവാനും അനേക കുടുംബങ്ങളുടെ പട്ടിണി മാറ്റുവാൻ ദൈവം എന്നെ ഉപയോഗിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അനേക കുടുംബത്തിന്റെ ഇല്ലായ്മകളെ, പോരായ്മകളെ നികത്തുവാൻ ഒരു മാസം ഒരു കുടുംബത്തിനെങ്കിലും മിനിമം അവരുടെ അവർക്ക് വേണ്ടുന്ന ആഹാര സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാത്ത ദിവസങ്ങൾ എൻ്റെ ഇല്ല. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ, ആഹാരം കഴിക്കുവാൻ പോലും നിവർത്തിയില്ല. ആഹാരം കഴിക്കുവാൻ പോലും നിവർത്തിയില്ല. 2 ദിവസമായി ഒറ്റ ഒരു സഹോദരി, ഒരു വിധവയായ ഒരു സഹോദരിയാണ്. ഞാൻ പറഞ്ഞു, ഈ മാസം മുതൽ നിങ്ങളുടെ ആഹാരത്തിന്റെ കാര്യം ഞാൻ ഏറ്റെടുത്തോളാം. നിങ്ങളുടെ ആഹാരത്തിന്റെ കാര്യം ഞാൻ ഏറ്റെടുത്തോളാം. കാരണം വിശപ്പിന്റെ രുചി എന്താണെന്ന് എനിക്കറിയാം. എൻ്റെ മുമ്പിൽ വരുന്ന ഒരു വ്യക്തിയെ പോലും വെറും കൈയോടെ വിടുവാൻ ഇന്ന് കർത്താവ് എന്നെ അനുവദിച്ചിട്ടില്ല. ഞാൻ പറയും, ഏത് നിമിഷവും ഇപ്പം വേണം നിങ്ങൾക്ക് എൻ്റെ വീട്ടിൽ വരാം. ആ രീതിയിൽ കർത്താവ്, അന്ന് ഞാൻ ദൈവത്തിന് വേണ്ടി നിന്നതുകൊണ്ട് ഇന്ന് ദൈവത്തിന്റെ മഹത്വം കാണുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. എന്നെ കേൾക്കുന്ന എൻ്റെ മാന്യ സ്നേഹിതരോട് ഞാൻ പറയുകയാണ്, ദൈവനാമത്തിന് വേണ്ടി എന്ത് ചെയ്താലും ദൈവം ആർക്കും കടക്കാരനല്ല. ദൈവത്തിന്റെ വലിയ പ്രവർത്തികൾ കാണുവാനിടയാണ്. ഇന്ന് ഞാൻ 100 ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഇന്ന് ഞാൻ ഒരു അനുഗ്രഹമായി തീർന്നിരിക്കുകയാണ്. രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ എന്നെ വിളിച്ച്, പ്രാർത്ഥിക്കണേ പാസ്റ്ററെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിയില്. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഞാൻ രാജ്യങ്ങളിൽ പോട്ടെ, 1-2 രാജ്യങ്ങളിലേ പോയിട്ടുള്ളൂ. പക്ഷെ പല രാജ്യങ്ങളിൽ നിന്നും 20-ൽ പല രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ വിളിച്ച് പ്രാർത്ഥിച്ച് അവരുടെ ഇവിടെ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വിടുതൽ കാണുവാനിടയാണ്. അനേകം ഭൂതങ്ങളെ പുറത്താക്കുവാൻ, അനേകം യേശുവിന്റെ നാമത്തിൽ അനേകം രോഗികളെ സൗഖ്യമാക്കുവാൻ, അനേകരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ, അനേകരെ ദൈവ കൽപ്പനയിലേക്ക് നടത്തുവാൻ ദൈവം എനിക്ക് ഇന്ന് സഹായിക്കും. അനേകർക്ക് ആശ്വാസമായി. അതാണ് അബ്രഹാമിന്റെ ദൈവം പറഞ്ഞത്, നീ ഒരു അനുഗ്രഹമായിരിക്കും. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് നമ്മളൊരു അനുഗ്രഹമായി തീരാൻ വേണ്ടിയാണ്. നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ, നമ്മുടെ കൈയുടെ മുമ്പിൽ ആരെങ്കിലും കണ്ണുനീരോടെ വന്നാൽ ആ കണ്ണുനീരിനെ ഒപ്പുന്നത് നമ്മുടെ കടമയാണ്. ആ കണ്ണുനീരിനെ ഞാൻ ഒപ്പിയില്ല എങ്കിൽ അത് ദൈവത്തിനു വേണ്ടി, ദൈവനാമത്തിനു വേണ്ടി ചെയ്യുന്ന തിന്മയാണത്. ഞാൻ സഹായത്തിനു വേണ്ടി പലരുടെ മുമ്പിൽ പോയിട്ടുണ്ട്. ഞാനൊരു വഴി തുറക്കുവാൻ വേണ്ടി പലരുടെ മുമ്പിൽ കൈനീട്ടിട്ടുണ്ട്. പക്ഷെ അവരാരും എനിക്ക് ഒരു കൈത്താങ്ങൽ പോലും. ഞാൻ പറയട്ടെ ബ്രദറെ, ഇന്ന് സിനു എന്ന് പറഞ്ഞ വ്യക്തി ഈ ലെവലിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരൊറ്റ വ്യക്തിയുടെ ബാക്ക് സപ്പോർട്ട് അല്ല, കർത്താവാണ് എന്റെ ലൈഫിൽ എന്തെങ്കിലും കർത്താവാണ്. ഞാനത് കൂടുതൽ വിശദമായി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഇന്ന് വളരെ രീതിയിൽ നിൽക്കുന്ന പലരുടെ അടുക്കൽ, പല സഭയിൽ ഞാൻ ഒരു ചാൻസ് എനിക്കിതാ. ജീവിതത്തിനകത്തെ പ്രതിസന്ധി കാരണം, താങ്ങാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൾ കാരണം ബാംഗ്ലൂരിന്റെ പട്ടണത്തിൽ കണ്ണുനീരോടെ ഓടിയ ദിവസങ്ങൾ ഉണ്ടായിരുന്നു. കണ്ണുനീർ തൂകി മണിക്കൂറുകൾ കരഞ്ഞ ദിവസങ്ങൾ ഉണ്ടായിരുന്നു. പലരുടെ മുമ്പിൽ ഞാൻ ഒരു ചാൻസ് താ, ഞാൻ ഇവിടെ നിൽക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു വഴി പോലും എൻ്റെ മുമ്പിൽ തുറന്നു വന്നിട്ടില്ല. ഇന്ന് ഞാൻ അനേകർക്ക് വഴി ഓപ്പൺ ചെയ്തു കൊടുക്കുകയാണ്. ദൈവം ഇന്ന് എൻ്റെ ജീവിതത്തിന്, ഞാൻ കാരണം അനേകർക്ക് ബാംഗ്ലൂർ പട്ടണത്തിൽ ജോലി ലഭിച്ചിട്ടുണ്ട്. ഞാൻ വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പല കമ്പനികൾ, അമേരിക്കൻ കമ്പനികളും ഇന്ത്യൻ കമ്പനികളിലും പോയി പ്രാർത്ഥിക്കുവാൻ ദൈവം സഹായം, കമ്പനി സിഇഒമാരെ സ്നാനപ്പെടുത്തുവാൻ ദൈവം കൃപ വന്നിട്ടുണ്ട്. അത്രമാത്രം തകർച്ചയിലൂടെ കടന്നുപോയൊരു വ്യക്തിയാണെന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. എന്നെ വിളിച്ചു ഒതുക്കി ഞാൻ പറഞ്ഞു തരാം, ആരുടെയും സപ്പോർട്ട് ഇല്ലാതെ, ഒറ്റ വ്യക്തിയുടെ സ്പിരിച്വൽ സപ്പോർട്ടോ മോറൽ സപ്പോർട്ടോ ഫിനാൻഷ്യൽ സപ്പോർട്ടോ ഇല്ലാതെ ഞാൻ നടത്തുന്ന മീറ്റിംഗ് കാണുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നത്, പാസ്റ്റർക്ക് വിദേശത്തുനിന്ന് സംഭാവന തരുന്നുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരു മീറ്റിംഗ് നടത്തുന്നതിന് മുമ്പ് എൻ്റെ കയ്യിൽ, എൻ്റെ അക്കൗണ്ടിൽ 100 രൂപ ആയിരിക്കാം ബാലൻസ് ഉള്ളത്. ഒരു മീറ്റിംഗ് എനിക്ക് വേണ്ടത് 10,000 15,000 രൂപയാണ് വേണ്ടത്. ബട്ട് സമൃദ്ധിയായിട്ട് കർത്താവ് നടത്തുന്നുണ്ടത്. മീറ്റിംഗ് കാണുമ്പോൾ ആകെ പാസ്റ്റർക്ക് വിദേശത്ത് നിന്ന് ഫണ്ട് വരുന്നുണ്ട്. നോ, കർത്താവാണ് എൻ്റെ ഫണ്ട്. ഒറ്റ വ്യക്തികളുടെ സപ്പോർട്ട് ഇല്ലാതെ
മുട്ടും മെഞ്ഞുകൊണ്ട് മണിക്കൂറുകൾ പ്രാർത്ഥനയാണ് നമ്മുടെ സപ്പോർട്ട്. എന്നെ കേൾക്കുന്ന പ്രിയമാന്യ സ്നേഹിതരോട് ഞാൻ പറയുകയാണ്, നമ്മുടെ സപ്പോർട്ട് പ്രാർത്ഥനയാണ്. വചനം പറഞ്ഞതുപോലെ എന്റെ സഹായം ദൈവത്തിൽ നിന്നാണ് വരുന്നത്. നിങ്ങളുടെ സഹായം ദൈവത്തിൽ നിന്ന് വരും. ഉറച്ചു നിൽക്കുക. ഞാൻ ചുരുക്കമായിട്ട് സമയത്തിന്റെ പരിമിതികൾ കൊണ്ട് ചുരുക്കിയാണ് പറഞ്ഞത്. നമുക്ക് വേറെ ദിവസം നമുക്ക് വിശദമായിട്ട് നമുക്ക് സംസാരിക്കാം. നമ്മുടെ സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയാണ്. മനുഷ്യനിൽ ആശ്രയിക്കരുത്, ദൈവത്തിൽ ആശ്രയം വെച്ചോ. ദൈവം സമൃദ്ധിയായി ദൈവം നടത്തുവാനിടയാണ്. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയം വെക്ക്, ദൈവത്തിൽ ആശ്രയം വെക്ക്. സമൃദ്ധിയായി ദൈവം നിങ്ങളെ മാനിക്കുവാനിടയാവും. താങ്ക് യു. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് നസ്രേന്റെ വഴികൾ എന്ന പ്രോഗ്രാമിനെ കുറിച്ചും നമ്മുടെ മിനിസ്ട്രിയെ കുറിച്ചും ഇത് കാണുന്ന പ്രേക്ഷകരെയും കുറിച്ച് ഓർത്ത് കർത്താവിന്റെ ദാസനെ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുടെ ദൈവവും ഞങ്ങളുടെ കർത്താവേ, ഈ നസ്രേന്റെ വഴികൾ എന്ന ഈ ഗ്രൂപ്പിലൂടെ, യൂട്യൂബ് ചാനലിലൂടെ, ഫേസ്ബുക്കിലൂടെ ആരെല്ലാം കാണുന്നുവോ, ഈ പറഞ്ഞ വചനവും ഈ പറഞ്ഞ സാക്ഷ്യവും അവരുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹമായി തീരട്ടെ. അവരുടെ കുടുംബങ്ങൾ, അവരുടെ സഭ, വ്യക്തി എല്ലാവരെയും ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. ദൈവകൃപയും ദൈവ സാന്നിധ്യവും ദൈവത്തിന്റെ വിടുതലും ഓരോ വ്യക്തികളുടെ ജീവിതത്തിനകത്ത് കർത്താവ് ശക്തമായി ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ കൂടെയിരിക്കും, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേൾക്കുവാൻ കർത്താവ് നമുക്ക് ഇടയാക്കിയെങ്കിൽ അടുത്ത എപ്പിസോഡിൽ അടുത്തൊരു സാക്ഷ്യവുമായി നമുക്ക് പിന്നെയും കടന്നു വരാം. അതുവരെ അത്രയും ചെറുകടിയിൽ കർത്താവ് നമ്മളെ ഏവരെയും മറക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ലോർഡ്. വിശേഷ കടന്നു വന്നതിൽ കർത്താവ് ദാസനുള്ള നന്ദിയെ പ്രത്യേകം അറിയിക്കുന്നു. പ്രൈസ്. ഓക്കെ ബോസ്.